ഈ ആഴ്ചയിൽ ഡബിൾ എവിക്ഷൻ ആണോ നടന്നിരിക്കുന്നത്? നിഷാനയും അതിനൊപ്പം പുറത്തു പോയത് സുരേഷ് ഏട്ടനുമാണോ? അപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ വരികയാണ്. ലാലേട്ടൻ വന്നു കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ പുള്ളിക്കാരൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരുപാട് കമന്റ്സ്, അതായത് ജാസ്മിന് കുറച്ച് ഫേവറിസം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെതിരെ ഒരുപാട് കംപ്ലൈന്റ്സ് ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇവൻ ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ജാസ്മിൻ ഒരു മുൻഗണനയല്ലേ ബിഗ് ബോസ് കൊടുത്തത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം അത് പൊതുവെ എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനെ ഒന്ന് ജസ്റ്റ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈമിൽ ബിഗ് ബോസ് ശ്രമിക്കുന്നത്. ബിഗ് ബോസ് എന്താ പറയുന്നതെന്ന് വെച്ചാല് ജാസ്മിന്റെ അച്ഛൻ ഇതുപോലെ വയ്യാണ്ടായി. അപ്പൊ വയ്യാണ്ടായത് കൊണ്ട് തന്നെ ആ ജാസ്മിന്റെ കുടുംബത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത് ജാസ്മിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഉപ്പയ്ക്ക് ജാസ്മിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു. പക്ഷെ അവർ തമ്മിലൊരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ള ആൾക്കാരെ കാണിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പൊ ബിഗ് ബോസ് അങ്ങനെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ജാസ്മിന്റെ അച്ഛന്റെ ഇന്റർവ്യൂ ഇന്നൊരു ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ പറയുന്നത് ഇതുപോലെ ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ജാസ്മിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളില് ഇതുപോലെ ഗബ്രി ആയിട്ടുള്ള ആ ഒരു പെരുമാറ്റ രീതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അത് മോശമായിട്ടാ തോന്നിയത്. പക്ഷെ എന്നാലും ജാസ്മിന്റെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളായി പോണ ടൈപ്പ് ഒക്കെ ആണെന്നൊക്കെയാണ് ഈ പറഞ്ഞ ജാസ്മിന്റെ ഉപ്പ പറയുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ ഇഷ്ടം, അതൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് അതില് ദഹിക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം, അതായത് ജാസ്മിന്റെ ഉപ്പയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ ആ ഒരു സംഭവല്ലേ, അത് ശരിയാണ്, ചിലപ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാം. പക്ഷേ ഉപ്പയ്ക്ക് വയ്യ എന്നതിലുപരി അന്ന് ആ ഒരു കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് ജാസ്മിനോട് പറഞ്ഞിട്ടുള്ളത് ഗബ്രി ആയിട്ടുള്ള ആ ഒരു കണക്ഷനെ പറ്റി തന്നെയാണെന്ന് 100% ഉറപ്പാണ്. കാര്യം ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഹൗസിന് പുറത്തിറങ്ങി വന്നതിന് ശേഷം ഇതുപോലെ ഗബ്രി അടുത്ത് വരുമ്പോ ഗബ്രി ദൂരെ മാറുന്ന ഒരു ഭയങ്കര പരിഭ്രാന്തിയില് ദൂരോട്ട് മാറിപ്പോകുന്ന ഒരു സീന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ജാസ്മിൻ പൊട്ടിക്കരയുന്ന സമയത്ത് ജാസ്മിൻ എന്റെ അച്ഛന് വയ്യേ എന്ന് പറഞ്ഞിട്ടല്ല പൊട്ടിക്കരയുന്നത്. ജാസ്മിൻ പൊട്ടിക്കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുവാ, ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞിട്ടാണ് പൊട്ടിക്കരയുന്നത്. അപ്പൊ ഒരു അച്ഛന് വയ്യാതിരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരി എന്തിനാണ് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നത്? അതും ഇതും തമ്മിൽ എനിക്ക് ആ ഒരു ലിങ്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞതിൽ ഒരു കള്ളത്തരമുണ്ട്. ഇവര് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പുറത്ത്, അതായത് അത് നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഒരു തെറ്റ് തന്നെയാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പറഞ്ഞത് ശരിയായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് അല്ലെങ്കിൽ ഒരു 4-5 ദിവസം മുന്നേ വരെ നമ്മൾ ഈ ഒരു ഇൻസിഡന്റിന് മുന്നേ നമ്മൾ കണ്ടോണ്ടിരുന്ന ആ ഒരു കോപ്രായങ്ങളൊന്നും ഇപ്പൊ നമ്മൾ കാണുന്നില്ല. അത് അവർ തന്നെ ഒരു ലിമിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് തന്നെ നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. ഉറപ്പായിട്ടും അങ്ങനെ പറഞ്ഞത് തന്നെ നന്നായി. പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ ആ ഒരു എന്താ പറയാ, ഈ ഒരു കോപ്രായങ്ങളെക്കാളും എനിക്ക് ജാസ്മിനെ പേഴ്സണലി ഒരു എന്താ പറയാ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവളുടെ സംസാര രീതിയാണ് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഒരു സഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയാ, ഒരുമാതിരി ബാക്ക് സ്റ്റാബിങ് നേച്ചർ ആയിട്ട് ആദ്യം മുതലേ അത് ചിലപ്പം പുള്ളിക്കാരുടെ ആ ഒരു ഒറിജിനൽ നേച്ചർ അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഗെയിമില് ഇപ്പൊ ഒരാൾ വന്നിട്ട് രതീഷേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഗെയിമിൽ മാത്രമാണ് ഇങ്ങനെ. പക്ഷെ എത്ര ഗെയിം എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള, അഭിനയിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, ഒരു ബേസിക് ആയിട്ടുള്ള അവരുടെ നേച്ചർ അവിടെ റിവീൽ ആവും. അതുപോലെ ജാസ്മിന്റെ ആ ഒരു ബേസിക് നേച്ചർ, അതായത് ഈ പറഞ്ഞ പോലെ പിന്നൊന്ന് കുത്തുക, അതുപോലെ ആ വൃത്തികെട്ട സംസാരങ്ങള്, അങ്ങനത്തെ ഒരു കാര്യങ്ങള്, എന്താ പറയുന്ന അഹങ്കാരം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ജാസ്മിനെ പേഴ്സണലി ഒരു എന്താ പറയാ എനിക്ക് കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കംപ്ലീറ്റ്ലി. ചിലരൊക്കെ കമന്റ് ചെയ്യുന്ന കാണാം ജാസ്മിൻ ഒരു സ്ട്രോങ് വിമൻ പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈക്ക് ഒരു സ്ട്രോങ് വിമൻ ആണെന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് അവിടെ ഒരുപാട് നല്ല നല്ല പ്ലെയേഴ്സ്, ഒരു സ്ട്രോങ് വിമൻ പ്ലെയർ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ആലോചിച്ചാൽ എനിക്ക് ആരെയും പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആലോചിച്ചാൽ ഫസ്റ്റ് ക്ലിക്കില് ലൈക്ക് ഇപ്പൊ ഒക്കെ നല്ലതായിട്ട് കളിക്കുന്നത് കൂടുതലും ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസിൽ കളിക്കുന്നത്, നന്നായിട്ട് കളിക്കുന്നത് ആണുങ്ങൾ തന്നെയാണ് കൂടുതൽ നന്നായിട്ട്. റോക്കി ആണെങ്കിലും സിജോ ആണെങ്കിലും അതുപോലെ നമ്മുടെ അർജുൻ കുറച്ച് അങ്ങനെയൊക്കെയുള്ള ഋഷി, അങ്ങനെ
അവരൊക്കെയാണ് നല്ലതായിട്ട് കളിക്കുന്നതെന്ന് തോന്നിയത്. പെണ്ണുങ്ങളെന്ന് നല്ല പോലെ കളിക്കുന്ന ഒരാള് ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഇനി വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നാല് അടിപൊളിയായിരിക്കും. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ലാലേട്ടൻ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പവർ ടീമിന്റെ അധികാര ദുർവിനിയോഗത്തെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരുടെ ഹൗസ് മെമ്പേഴ്സ് എല്ലാവരുടെ ആ ഒരു അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എന്താണ് ഹൗസിനുള്ളിൽ സംഭവിച്ചത്? ഈ പവർ ടീം നല്ല ടീം അല്ലായിരുന്നോ? അവരിത് പക്ഷാഭേദം കാണിച്ചിട്ടുണ്ടോ? അവർ അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ ഹൗസ് മെമ്പേഴ്സും പവർ ടീമിനെതിരെയാണ് സംസാരിക്കുന്നത്. കാര്യം പവർ ടീം ഒരുപാട് പക്ഷാഭേദങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് അവർ റേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു കൂട്ടായ്മ ഇല്ലായ്മ. അതായത് അപ്പോഴും ഒരു വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. ആ ഒരു കാര്യവും സംസാര വിഷയമായിട്ട് വന്നിട്ടുണ്ട്. ഗബ്രിയൊക്കെ വന്നിട്ട് അലക്കി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു സ്വീകാര്യമായിട്ട് വന്നിട്ടില്ല. പവർ ടീം ഒരു ഫെയിലിയർ ആണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. പിന്നീട് മറ്റൊരു വിഷയം അവർ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീയെ കുറിച്ചാണ്. അതായത് നമ്മുടെ പവർ ടീമിന്റെ കീ ഒരു കുറച്ച് ദിവസം മുമ്പേ കളഞ്ഞു പോയായിരുന്നല്ലോ. നമ്മുടെ മുന്നയുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി, ശ്രീരേഖയുടെ ബാഗിൽ നിന്ന് കിട്ടിയ സാധനം. അപ്പൊ അതിനെ ചൊല്ലി അവിടെ പല പല വിഷയങ്ങൾ നടന്നു. അപ്പൊ വിഷയങ്ങളെ കുറിച്ച് അവരോട് ഒപ്പീനിയൻ ചോദിക്കുകയാണ്. പല സമരങ്ങൾ വരെ ആ ഒരു ഹൗസിൽ ആ ഒരു ടൈമിൽ അരങ്ങേറിയിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് റോക്കി പറയുന്നുണ്ട്, ഞാനാണ് കീ എടുത്തതെന്ന് ഇവര് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഒരു സമരത്തിലേക്ക് ആ ഒരു പ്രശ്നം എത്തിയത് എന്ന് പറയാണ്. അപ്പൊ ഇതേസമയം ഈ സമരത്തിന്റെ ആഹ്വാനത്തെ പറ്റി ചെറിയൊരു ചർച്ചാ വിഷയം സിജോയും അതുപോലെ റോക്കിയും തമ്മിൽ വരുന്നുണ്ട്. ഒരു ചെറിയ ക്ലാഷ്. പക്ഷെ അവരുടെ റിലേഷൻഷിപ്പിനെയും ഫ്രണ്ട്ഷിപ്പിനെയും ബാധിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല. മേ ബി വാട്ട് എവർ, ഐ ഡോണ്ട് നോ. അപ്പം പിന്നീട് മത്സരം ഇനി കൂടുതൽ മുറുകുന്നതനുസരിച്ച് ഇവര് രണ്ടുപേരും അത് ഉറപ്പായിട്ടും അവര് കോമ്പറ്റേറ്റേഴ്സ് തന്നെയാണ്. അവര് മത്സരിക്കും, പരസ്പരം മത്സരിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ പിന്നീട് ഇതുപോലെ എല്ലാവരും ഈ ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതുപോലെ ചോദിക്കുന്നുണ്ട്, ജാസ്മിനും ഗബ്രിയും ഒന്നായിട്ടാണ് കളിക്കുന്നത് എന്നൊരു അഭിപ്രായം റോക്കി പറയാണ്. അത് പ്രേക്ഷകരുടെ എല്ലാം അഭിപ്രായം തന്നെയാണ്. രണ്ടുപേരും രണ്ട് മത്സരാർത്ഥികളാണെങ്കിൽ പോലും രണ്ടുപേരും പ്ലാൻ ചെയ്ത് കളിക്കുന്നത് ഉറപ്പായിട്ടും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഋഷീനെ നോമിനേറ്റ് ചെയ്ത കാര്യങ്ങള്, അതുപോലെ തന്നെ ജാസ്മിൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഇതുപോലെ കംപ്ലീറ്റ്ലി, അതായത് ജാസ്മിന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും ഗബ്രി പോയിട്ട് കംപ്ലീറ്റ്ലി ജാസ്മിന്റെ കൂടെ നിൽക്കും. അതുപോലെ ഐസ്ക്രീം വിഷയത്തിൽ കംപ്ലീറ്റ്ലി തെറ്റ് ഗബ്രിയുടെ ഭാഗത്ത് തന്നെയാണ്, ഒരു 95%. അപ്പൊ ആ ഒരു കേസിലും ജാസ്മിൻ പോയിട്ട് ഗബ്രീനെ മാത്രം നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പൊ പരസ്പരം ആ ഒരു എന്താ പറയാ, ഒരു ഒത്തുകളി എന്നുള്ള സംഭവം അതിനുള്ളിലുണ്ട്. അതുപോലെ ലൈക്ക് ചിലപ്പോ അവര് പറയുന്നുണ്ട് അവരുടെ ബേസിക് നേച്ചർ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ ഭയങ്കരമായിട്ട് മിങ്കിൾ ആയതെന്ന്. എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നീട് അവർ സംസാരിക്കുന്നു, ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന്. അപ്പൊ ഇതുപോലെ അൻസിബ പറയുന്നുണ്ട്, അവർ തമ്മില് എന്താ പറയാ ഇങ്ങനെ എന്തൊക്കെയോ ആയിക്കോട്ടെ, പക്ഷെ എന്ന് വെച്ചാൽ ഒരു പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ്. അപ്പൊ കുറച്ച് മര്യാദയ്ക്ക് നിക്കാം. ഇപ്പൊ ഫ്രണ്ട്സ് ആവുക, കൈപിടിച്ച് അവരുടെ വീട്ടിൽ അവരെന്തും കാണിച്ചോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പബ്ലിക് ഷോയിൽ വന്ന് അങ്ങനെ ചെയ്യുമ്പോ അത് പിന്നെ കേരളം പോലെ ഒരു സ്ഥലത്ത് ഇപ്പം പൊതുവെ ആൾക്കാർക്കൊന്നും അങ്ങനത്തെ രീതികളൊന്നും ഇഷ്ടപ്പെടാനും ഉൾക്കൊള്ളാനും പറ്റിയെന്ന് വരില്ല. പിന്നെ അതുപോലെ കൊച്ചുകുട്ടികൾ കാണുന്ന ഷോ ആണ്. അപ്പം ഫ്രണ്ട്ഷിപ്പിന് ചിലപ്പോൾ അവർ വേണമെങ്കിൽ ഈ ഒരു അർത്ഥത്തിൽ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് തന്നെ അൻസിബ പറയുന്ന ആ ഒരു ഒപ്പീനിയൻ ശരി തന്നെയാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും ഒരു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവർക്ക് പെരുമാറായിരുന്നു. അതേസമയം നിഷാന പറയുന്നത് കൈപിടിച്ചിരുന്നോണ്ടോ അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചിരുന്നോണ്ടോ അതിലൊന്നും തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ്ലി യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഷോ തന്നെയാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി നമുക്ക് അവരുടെ വീട്ടിൽ പോയിരുന്ന് എന്തും കാണിച്ചോട്ടെ, അത് അവരുടെ പേഴ്സണൽ ലൈഫ്. ഒരു പബ്ലിക് ഷോയിൽ വരുന്ന സമയത്ത് എല്ലാവരുടെയും ഇഷ്ടം നോക്കിയില്ലെങ്കിലും ഭൂരിഭാഗം ജനങ്ങളുടെ താല്പര്യവും കൂടെ നമ്മൾ ഒന്ന് പരിഗണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. വേറെ അഭിപ്രായങ്ങൾ വരാം. പിന്നീട് ഇതുപോലെ സംസാരിക്കുന്നത് ഇതിനെ കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ റോക്കി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, ജാസ്മിനെ അടിക്കുന്നുണ്ടല്ലോ. ആ ഒരു വിഷയത്തില് ഇതുപോലെ ഗബ്രിയുടെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ റോക്കിനെ പ്രവോക്ക് ചെയ്തായിരുന്നോ, അടിക്കാൻ വേണ്ടിയിട്ട് പ്രവോക്ക് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഗബ്രി പറയാണ്, ഞാൻ അങ്ങനെ പ്രവോക്ക് ചെയ്തിട്ടേ ഇല്ല. ഇതേ ഒരു സംഭവം തന്നെയാണ് ജാസ്മിനും പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടേതായ പേഴ്സണൽ കാര്യമാണ് സംസാരിച്ചത്, അത് ഞങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ വന്ന് റോക്കി റിയാക്ട് ചെയ്തതാണ് എന്ന് ജാസ്മിനും ഗബ്രിയും ഒരേ സ്വരത്തിൽ പറയുന്നു. പക്ഷേ നമ്മൾ ഈ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് മണ്ടന്മാരല്ല.
ഒരിക്കലും മണ്ടന്മാരല്ല, അവർക്ക് പറ്റിക്കാനും പറ്റത്തില്ല. ഈ രണ്ടുപേരും വാ തുറന്ന റോക്കി പറയുന്ന ഒരു വാക്യമുണ്ട്, ചതി, വഞ്ചന, പിന്നീന്ന് കുത്ത്, അങ്ങനെ സകല കാര്യങ്ങളും ഈ രണ്ട് പ്ലേയേഴ്സിന്റെ അടുത്തുണ്ട്. ഒരു ബേസിക് ആയിട്ട് ഒരു ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ ഒരു മനുഷ്യന്, ആ ഒരു ക്വാളിറ്റീസ് കീപ്പ് ചെയ്ത് മത്സരിക്കുക. ഇപ്പൊ റോക്കിയെ സംബന്ധിച്ചിടത്തോളം, റോക്കി ആണെന്നുണ്ടെങ്കിൽ ഷൗട്ട് ചെയ്യും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ഷോർട്ട് ടെമ്പേർഡ് ആണ്. അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. നമ്മളെ ടെമ്പർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. ചില സമയത്ത് കയ്യിൽ നിന്ന് പോവും, അതും തെറ്റല്ല. പക്ഷേ എന്നിരുന്നാലും ഇവരെ കാണിക്കുന്ന അത്രയും ഒരു എന്താ പറയാ ചതി, വഞ്ചന, പിന്നിന്ന് കുത്ത്, അങ്ങനത്തെ ഒരു നേച്ചർ ഞാൻ കംപ്ലീറ്റ്ലി റോക്കി ഇന്ന് കാണുന്നില്ല. റോക്കി ദേഷ്യപ്പെടും, അത് ഞാൻ ന്യായീകരിക്കുന്നുമില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് തെറ്റാണ്. അപ്പൊ അതേസമയം എല്ലാവർക്കും ഇവന് ഗബ്രിയും ജാസ്മിനും എതിർക്കുന്നുണ്ടല്ലോ, റോക്കിയെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പ് ഇങ്ങനെ പ്ലേ ചെയ്യാണ്. ക്ലിപ്പ് പ്ലേ ചെയ്യുന്ന സമയത്ത് അവരുടെ സകല വെടിയും പൊട്ടുവാണ് അവിടെ പടക്കം. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് രണ്ടുപേരും ടാർഗറ്റ് ചെയ്ത്, അതായത് ഗബ്രി പറയുന്നുണ്ട് എന്തുവാ, നമുക്ക് അവനെ ടാർഗറ്റ് ചെയ്ത് അവനൊരു പണി കൊടുക്കാം എന്ന് ഗബ്രി പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഗബ്രിയുടെ ആ ഒരു കള്ളത്തരം, സത്യസന്ധത ഇല്ലായ്മ, അതുപോലെ തന്നെ എന്താ പറയാ വഞ്ചന, ചതി എല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത്രയ്ക്ക് കണ്ണിങ് ആയിട്ട്, അത് ഗെയിം ആയതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്ത്, അതൊക്കെ ഒരു വൃത്തിയായിട്ട കളി, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ അംഗീകരിക്കണം. ഗബ്രിയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണിക്കും വെച്ചാൽ എല്ലാ തോന്നിവാസങ്ങളും കാണിക്കും, പക്ഷെ ഒന്നും അംഗീകരിച്ചു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ഗബ്രി ഒരു നല്ല പ്ലെയറേ അല്ല. ഇതുപോലെ ജാസ്മിനുമായിട്ടുള്ള ഒരു ഗെയിമില് അടുത്ത പ്രാവശ്യം ഗബ്രി നോമിനേഷനും വരും. ഇപ്പൊ പവർ ടീമിന്റെ ആ ഒരു പവർ നഷ്ടപ്പെട്ടല്ലോ, അവൻ ഔട്ട് ആവുകയും ചെയ്യും. അതിന് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ പലരും പറയുന്നുണ്ട് ഇവരെന്തോ റിസോർട്ടിൽ വന്നതുപോലെയാ തോന്നുന്നത്, അങ്ങനെ അവർ ഇരിക്കുന്നത്. മറ്റ് ഹൗസ് അംഗങ്ങളോടൊന്നും അവർ ഇടപഴകുന്നില്ല. അവർ ഒറ്റയ്ക്ക് അവരുടേതായ ഒരു ലോകത്താണ് അവിടെ ജീവിക്കുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് മറ്റ് ഹൗസ് മെമ്പേഴ്സും പറയുന്നത്. ഇപ്പൊ ശരിയെ ബിഗ് ബോസ് ജാസ്മിനെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് വീണ്ടും കളിക്കാൻ അനുവദിക്കുന്നത്. 2 ദിവസം മുമ്പേ ജാസ്മിൻ ഭയങ്കര ഡ്രാമയായിരുന്നു. ഭയങ്കര ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കിയോട് പോയി പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് 2 ദിവസത്തേക്ക് എന്നെ വെറുതെ വിടുമോ, അതെന്തോ ഈ 2 ദിവസത്തിന്റെ കണക്ക്. അപ്പൊ നമ്മളെല്ലാം വിചാരിച്ച കാര്യം എന്താ, 2 ദിവസം കഴിയുമ്പോ ജാസ്മിൻ ക്വിറ്റ് ചെയ്ത് പോകും എന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ്. പക്ഷെ അതൊക്കെ ഡ്രാമയാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാർക്ക് ക്വിറ്റ് ചെയ്യാൻ ഒരു ഇതുമില്ല. ആ ഒരു സമയത്ത് കുറച്ച് സപ്പോർട്ടും അതുപോലെ തന്നെ കുറച്ച് സെന്റിമെന്റ്സും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ദിവസത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. വോട്ടെവർ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ എന്താ പറയാ, ഈ ഒരു അവരുടെ കളത്തരങ്ങളൊക്കെ ഹൗസിൽ ഇന്ന് കംപ്ലീറ്റ്ലി ലാലേട്ടൻ പൊളിച്ച് അടക്കുന്നുണ്ട്. പിന്നീട് ഇതുപോലെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടനെ കളിയാക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ്. ബിഗ് ബോസിനെ കളിയാക്കാൻ വേണ്ടി മാത്രമാണോ എല്ലാ വീക്കിലും ലാലേട്ടൻ ജിൻഡോനെ ഇങ്ങനെ വെച്ചിട്ട് കളിയാക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ മിററിൽ നോക്കി നവരസങ്ങൾ കാണിക്കുന്ന ഒരു ക്ലിപ്പ് ഇട്ടിട്ടാണ് ലാലേട്ടൻ ഇങ്ങനെ എല്ലാവരോടും നവരസങ്ങൾ കാണിക്കാനും ഒക്കെ പറയുന്നത്. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. അപ്പൊ അതുപോലെ പുള്ളിക്കാരന്റെ എക്സ്പ്രഷൻസ് കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നി. ഒരു എന്താ പറയാ, ആദ്യത്തെ വീക്കിൽ കണ്ടൊരു ജിൻഡോ അല്ല 2ാമത്തെ വീക്കിലെന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. ആദ്യത്തെ വീക്കിൽ ജിൻഡോയെ എനിക്കും പേഴ്സണലി ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ 2ാമത്തെ വീക്കിൽ വന്നപ്പോൾ പുള്ളിക്കാരന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. ഒരിക്കലും ആരെയും വെറുപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മോശം ബിഹേവിയർ ഒന്നും അതിനകത്ത് കാണാൻ സാധിച്ചില്ല. പിന്നീട് വരുന്നത് എവിക്ഷനിലേക്കാണ്. എവിക്ഷനിലേക്ക് വരുമ്പം ഋഷിയോടും അതുപോലെ തന്നെ നിഷാനയോടും ഒക്കെ അവരുടെ എവിക്ഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അവസാനം നിഷാന ഇതുപോലെ തന്നെ എലിമിനേറ്റ് ആയി പുറത്തേക്ക് പോകാണ്. അപ്പൊ പുറത്തേക്ക് പോയതിനു ശേഷം ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നാളെ വീണ്ടും 3 വ്യക്തികൾ ബാക്കിയുണ്ട്, അവരിൽ നിന്ന് ഒരാളെ എവിക്റ്റ് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ബൈ ബൈ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഈ ഒരു എന്താ പറയാ, ഈ ഒരു വോട്ടിംഗ് ആ ഒരു കണക്ക് പ്രകാരം ഏറ്റവും കുറവ് വോട്ട് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്, ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് നിഷാന, അതിലൊരു 7th പൊസിഷൻ കിട്ടിയിരിക്കുന്നത് സുരേഷ് ഏട്ടനാണ്. അപ്പൊ ഡബിൾ എവിക്ഷൻ ആണ്. അങ്ങനെങ്കിൽ സുരേഷ് ഏട്ടനാണ് പുറത്തു പോകുന്നത്. അപ്പൊ സുരേഷ് ഏട്ടൻ പുറത്തു പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളും ഞാൻ കേട്ടു. പക്ഷെ 100% കൺഫേംഡ് അല്ല. പക്ഷെ സുരേഷ് ഏട്ടന് പുറത്താകാനുള്ള ചാൻസ് ഇല്ലാതില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നാളത്തെ എപ്പിസോഡ് കാണാം. അപ്പൊ എന്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.